ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഗേറ്റിന്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലെ MCQ 7th സെറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ നോക്കൂ. In order to obtain static volt equalization in series connected SCRs, connections are made of. അപ്പോൾ നമുക്കൊരു സ്റ്റാറ്റിക് വോൾട്ടേജ് ഈക്വലൈസേഷൻ ഒരു സീരീസ് കണക്റ്റഡ് SCRൽ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണക്ഷൻസ് എങ്ങനെയാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? വൺ റെസിസ്റ്റർ അക്രോസ് ദ സ്ട്രിംഗ്, resistors of different values across each SCR, resistors of same values across each SCR, one resistor in series with the string. Okay, option C ആണ് നമുക്ക് right answer. Resistors of same values across each SCR, ഓരോ SCRനും across ആയിട്ട് സെയിം വാല്യൂയിലുള്ള റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്താൽ നമുക്ക് ഒരു സ്റ്റാറ്റിക് വോൾട്ടേജ് ഈക്വലൈസേഷൻ ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, when system voltage is more than that of the voltage rating of a single thyristor, SCRs are connected in series in a string. അപ്പോൾ SCR നമുക്ക് ഒരു സ്ട്രിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഒരു സിസ്റ്റം വോൾട്ടേജ് ആ ഒരു സിംഗിൾ വോൾട്ടേജ് റേറ്റിംഗ്, സിംഗിൾ സൈറിസ്റ്ററിന്റെ വോൾട്ടേജ് റേറ്റിംഗിനേക്കാൾ കൂടുതലാണെങ്കിലാണ് നമ്മൾ സീരീസ് ഓഫ് സ്ട്രിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് SCRന് അതിൻ്റെതായ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ SCR എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് SCRs കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഓരോ SCRനെയും നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ അച്ചീവ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ റെസിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? SCRന് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഈച്ച് പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് സെയിം റെസിസ്റ്റൻസിലുള്ളത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് ഡിഫിക്കൽട്ടി പൊസിഷനിൽ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രാക്ടിക്കൽ വേ ആയിട്ട് നമ്മൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഒരു എന്താ പറയുക യൂണിഫോം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീരീസ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന SCRന് പാരലൽ ആയിട്ട് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമുക്ക് അതിന് വരുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത്. നോക്കൂ, ഓരോ SCRനും പാരലൽ ആയിട്ട് സെയിം വാല്യൂയിലുള്ള റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു ഈക്വലൈസേഷൻ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കാഥോഡ് ഓഫ് ആൻ SCR is made positive with respect to anode and no gate current is applied, then options നോക്കൂ, all the junctions are reverse biased, all the junctions are forward biased, only the middle junction is forward biased, and only the middle junction is reverse biased. Option C is the right answer. Only the middle junction is forward biased. ഓക്കെ, അപ്പോൾ കാഥോഡ് ഒരു SCRന്റെ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടും ആനോഡ് നെഗറ്റീവും ആണെങ്കിൽ പ്രത്യേകിച്ച് ഗേറ്റ് കറന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആ ഒരു മിഡിൽ ജംഗ്ഷൻ മാത്രമായിരിക്കും നമുക്ക് ഫോർവേഡ് ബയാസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ എങ്ങനെയാണ്? ആനോഡ് വോൾട്ടേജ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും, ഗേറ്റ് സർക്യൂട്ട് ഓപ്പണും ആയിരിക്കും. അപ്പോൾ രണ്ട് ഔട്ടർ ജംഗ്ഷൻസും ഫോർവേഡ് ബയാസിലും ഇന്നർ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ SCR എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ എങ്ങനെയായിരിക്കും? ആനോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ ഹയർ ആയിരിക്കും. അപ്പോൾ മൂന്ന് ജംഗ്ഷൻസ് നമുക്ക് ഫോർവേഡ് ബയാസിലും ഡിവൈസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ മോഡിലും ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ദ കാഥോഡ് ഇസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ദാൻ ആനോഡ് ആയിരിക്കും. ഔട്ടർ ജംഗ്ഷൻസ് റിവേഴ്സ് ബയാസ് ആയിരിക്കും, ഇന്നർ ജംഗ്ഷൻ അതായത് മിഡിൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് നോൺ കണ്ടക്ടിങ് ആയിരിക്കും ഈ ഒരു റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ വരുന്നത്. ഓക്കെ, which of the following is not an advantage of SCR as a switch? SCR ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ്? The switching speed is very high. The operation does not produce harmonics. It gives noiseless operation at a high efficiency. It has no moving parts. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? A ആണ് നമ്മുടെ ആൻസർ. സ്വിച്ചിങ് സ്പീഡ് ഈസ് വെരി ഹൈ, അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. SCRന്റെ കുറച്ച് അഡ്വാൻറ്റേജുകൾ നോക്കാം. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ലാർജ് വോൾട്ടേജസ്, കറന്റ്സ് ആൻഡ് പവർ. ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കണ്ടക്ടിങ് SCR is small. This will reduce the power dissipation in SCR. Easy to turn on. The operation does not produce harmonics. Triggering circuits are simple. It has no moving parts. It gives noiseless operation at high efficiency. We can control the power delivered to the load. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജുകൾ. അങ്ങനെയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ്, it can conduct only in one direction, so it can control power only during the 1/2 cycle of AC. It can turn on accidentally due to the high dV by dt of the source voltage. It is not easy to turn off the conducting SCR. We have to use special circuits called commutation circuits to turn off a conducting SCR.
SSIR cannot be used at high frequencies or perform high-speed operations. The maximum frequency of its operation is 400 Hz. Gate current cannot be negative. അപ്പോൾ ഇതൊക്കെയാണ് SSIRന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈ സ്പീഡ് ഓപ്പറേഷൻസിലൊന്നും SSIRനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ SSIRനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. First question നോക്കൂ. A latching current in the circuit shown below is 4 milliampere. The minimum width of the gate pulse required to turn on the thyristor is. അപ്പോൾ നമുക്ക് ലാച്ചിങ് കറന്റ് എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ, 4 milliampere തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിമം വിത്ത് ഓഫ് ദ ഗേറ്റ് പൾസ് റിക്വയർഡ് ടു ടേൺ ഓൺ ദ തൈറിസ്റ്റർ ടേൺ ഓൺ ആക്കുന്നതിന് ആവശ്യമായ മിനിമം ഗേറ്റ് പൾസിന്റെ വിത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ, 4, 6, 4, 2, 1. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, 4 മൈക്രോ സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഇക്വേഷൻ നമുക്ക് എന്താണ്, V is equal to L into di/dt ആണ്. ഓക്കെ, I എന്ന് പറയുന്നത് എന്താണ്, ലാച്ചിങ് കറന്റ്, T എന്ന് പറയുന്നത് പൾസ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് dt മാത്രമായിട്ട് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് വരും, L/V into di, that is dt is equal to ഈ ഒരു dt എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് V ഡിവിഷനിലേക്ക് വരും അല്ലെ, L/V into di എന്ന് വരും. അപ്പോൾ ഇതിന് രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈ ഒരു ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും, ഇന്റഗ്രൽ ഓഫ് dt ഇന്റഗ്രൽ ഓഫ് L/V into di എന്ന് വരും. അപ്പോൾ dt നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് t വരും, L/V കോൺസ്റ്റന്റ് ആണ്, di ഇന്റഗ്രേറ്റ് ചെയ്താൽ I വരുന്നുണ്ട്. അപ്പോൾ t മിനിമം ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1/100, 0.1 നമുക്ക് തന്നിട്ടുണ്ട്, by 100 into 4 മില്ലി ആണ്. സോ 4 into 10 to the power -3 that is equal to 4 microseconds ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, An SCR having equivalent capacitance of the reverse bias junction as 50 picofarad can be fired with a dV/dt of 200 volt per microseconds. What will be the value of the capacitive current flowing through the junction? Options: 5 milliampere, 1 milliampere, 20 milliampere and 10 milliampere. So option D ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് C തന്നിട്ടുണ്ട് അല്ലെ, C is equal to 50 പൈക്കോൺ തന്നിട്ടുണ്ട്. സോ 10 power -12 ആണ്. dV/dt എന്ന് പറയുന്നത് എനിക്ക് 200 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 into 10 power -6 വരും അല്ലെ, മൈക്രോ സെക്കൻഡ്സ് ഡിവൈഡഡ് ആണ്, അപ്പോൾ +6 വരും. അപ്പോൾ കറന്റ് കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ എന്താണ്, IC is equal to C into dV/dt ആണ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, C യുടെ വാല്യൂ അറിയാം, dV/dt യുടെ വാല്യൂ അറിയാം. സോ current flowing through the capacitor at the junction IC is equal to 10 milliampere ആണ് എനിക്ക് വരുന്ന ആൻസർ. ഓക്കെ, നോക്കൂ. A thyristor is triggered by a train of pulse of frequency 4 kHz and the duty cycle of 0.2. What is the pulse width? നമുക്ക് പൾസിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഡ്യൂട്ടി സൈക്കിൾ തന്നിട്ടുണ്ട്, പൾസ് വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നതിൽ ആൽഫ തന്നിട്ടുണ്ട് അല്ലെ, 0.2 തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 4 kHz തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയുന്നതാണ്. T is equal to 1/f ആണ്, that is equal to 0.25, that is 1/4 എന്ന് പറയുന്നത് 4 kHz ലാണ്. അപ്പോൾ 0.25 into 10 to the power -3 ആണ് ടൈം പീരീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ അറിയാം, ആൽഫ is equal to ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പോൾ നമുക്ക് ആൽഫ 0.2 തന്നിട്ടുണ്ട്, then T on by T ആണ്. അപ്പോൾ നമുക്ക് T on ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ ടോട്ടൽ ടൈം നമുക്ക് അറിയാം, that is equal to, അതാണ് നമ്മളിവിടെ 0.25 into 10 to the power -3 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. So T on is equal to 0.2 into T, that is 0.2 into 0.25 into 10 to the power -3 ആണ് വരുന്നത്. So pulse width, that is T on, that is equal to 50 microseconds ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ MCQ സെറ്റ് 7 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.